ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉഴുന്ന് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ട റെസിപ്പിയാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് ഉഴുന്നൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ചുട്ടിട്ട് മതി, എന്താ പറയുക, എന്നാലും ബാക്കിയായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു ബോണ്ട റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ഉഴുന്നാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ച് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത്. നമുക്ക് നോക്കിയിട്ട് വേണ്ട ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒരിക്കലും ഇത് കൂടിപ്പോരുത്, നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ തന്നെ വെള്ളം കൂടിപ്പോരുത്. അപ്പോൾ ഞാൻ ടോട്ടൽ ഇവിടെ 4 ടേബിൾ സ്പൂണാണ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അത് ഇതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ പിച്ചിയിട്ട് അതും ചേർത്ത് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ കായം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാം ഒരുപോലെ ആവുന്ന രീതിയിൽ ഉപ്പും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബോണ്ട കഴിക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഇത് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓരോ ബോൾസ് ആക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ ഒട്ടൽ വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യും. പിന്നെ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണമെന്നില്ല കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബോൾസ് ആക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ കുറച്ചങ്ങ് ഉഴുന്നൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഇട്ടിട്ടുള്ള ആ വലുപ്പത്തിലേറെ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിട്ട് വരും. നല്ല ബോണ്ട രീതിയിൽ നല്ല പൊങ്ങിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് കിട്ടും. ഒരു സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടായാൽ പൊളിക്കും കേട്ടോ. ഉണ്ടാവും അത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു, നമ്മൾ ഇതൊക്കെ കഴിക്കുമല്ലോ ഉഴുന്ന വട, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലൂടെ വരുന്ന ഒരു ബോണ്ട റെസിപ്പിയാണ്. ഒരു ചട്നിയൂടെ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്